അങ്ങനെ ആൻറ്റിയെയും കൂട്ടി അവരകത്തേക്ക് പോയി. എന്താ നിന്റെ പേര്? ഡ്രസ്സ് മാറി നേരത്തെ വാതിൽ തുറന്നു തന്നവൻ എന്നോട് ചോദിച്ചു. ജോൺ. ഞാൻ പറഞ്ഞു. നിന്റെ പേരെന്താ? ഞാൻ അവനോട് ചോദിച്ചു. നിസാർ. ഉപ്പാക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? അരയ്ക്ക് താഴെയാണ് പ്രശ്നം. ശരിയാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അവൻ പറഞ്ഞു. നീ ഒരു മകൻ മാത്രമാണോ ഇക്കാക്ക്? അല്ല, എനിക്കൊരു അനിയത്തിയുണ്ട്. ഖത്തറിലാണ്. ഓ, അവിടെ എന്താ ജോലിയാണോ? അല്ല, അവൾ അളിയൻ്റെ കൂടെ അവിടെയാണ്. ഓ, കല്യാണം കഴിഞ്ഞ അനിയത്തിയാണോ? ആ അതെ. ഇരിക്കട്ടോ, ഞാൻ പിന്നീട് കൂടുതൽ പരിചയപ്പെടാം. അതും പറഞ്ഞ് അവൻ കാറെടുത്തു പോയി. ഈ സമയം വീടിൻ്റെ അകത്ത്. ഇക്ക, ഇതാണ് ഹോം നഴ്സ്. ഇത്ത അൻവറിന് ആൻറ്റിയെ പരിചയപ്പെടുത്തി. ശരിക്കും നേഴ്സാണോ അതോ? അൻവർ ചോദിച്ചു. ആ, എനിക്ക് നേഴ്സിംഗ് അറിയാം. ഇക്ക, ഇവൾ നല്ല ഒഴിച്ചിലൊക്കെ ചെയ്യുമെന്നാണ് അറിഞ്ഞത്. ആ, അത് നന്നായി. നീ എന്നാ നിന്റെ നടുവേദനയ്ക്ക് ഇവളെക്കൊണ്ട് ഒന്ന് ഒഴിപ്പിച്ചു നോക്ക്, കുറവുണ്ടോയെന്നറിയാലോ, അൻവർ പറഞ്ഞു. വന്നിട്ടല്ലേ ഉള്ളൂ, 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. ആലീസ്, ഇക്കാക്ക് ഇവിടെ മുതൽ ചലനമില്ല. ഡോക്ടർ പറഞ്ഞത് ഒരു 6 മാസം കൊണ്ട് റെഡിയാകുമെന്നാണ്. പക്ഷേ നമ്മൾ നല്ലതുപോലെ അതിന് ശ്രമിക്കണം. മരുന്നിൻ്റെ കൂടെ ഒഴിച്ചിലും തയ്യാറാപ്പിയൊക്കെ ചെയ്താൽ ഇക്ക പഴയതുപോലെ ആകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത്ത പറഞ്ഞു. എൻ്റെ ഇച്ഛാന് ചയച്ച ഇവനെ ഞാൻ പെട്ടെന്ന് നടത്തിത്തരാം, ആലീസ് മനസ്സിൽ പറഞ്ഞു. വാ, ഞാൻ നിങ്ങൾക്കുള്ള റൂം കാണിച്ചു തരാം. ഇത്ത ആലീസിന് റൂം കാണിച്ചു കൊടുത്തു. മോളെ ഷംനെ, നീ എവിടെയാ? എന്തോ ഉമ്മ, ഞാൻ ഇവിടെയുണ്ട്. അപ്പോഴാണ് അൻവറിൻ്റെ മരുമോൾ ഷംന അങ്ങോട്ട് വന്നത്. ഉമ്മ, എന്തിനാ എന്നെ വിളിച്ചേ? ഷംന ചോദിച്ചു. നിസാർ പോയോടി? ഇത്ത അവളോട് ചോദിച്ചു. ആ, പോയല്ലോ ഉമ്മ. എന്താ? അത് നമ്മുടെ പുതിയ ഡ്രൈവർക്ക് ആ ഔട്ടോസ് ഒന്ന് റെഡിയാക്കി കൊടുക്കാനായിരുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന അപ്സരസിനെ കണ്ട് കണ്ണുതള്ളി നിൽക്കുകയായിരുന്നു ആലീസ്. ഇത്ത ആലീസ് നോക്കുന്നത് കണ്ട് പറഞ്ഞു. ഇതെൻ്റെ മരുമോളാണ്. മോളെ, ഇതാണ് നമ്മുടെ ഹോം നേഴ്സ്. ആ, എന്താ ചേച്ചിയുടെ പേര്? ഷംന ആൻറ്റിയോട് ചോദിച്ചു. ആലീസ്. ആൻറ്റി മറുപടി പറഞ്ഞു. ചേച്ചി, അടുപ്പത്ത് സാധനമുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാട്ടോ. ആ, അതും പറഞ്ഞ് ഷംന പോയി. എന്നാ ആലീസ് വന്ന് ഒന്ന് ഫ്രഷ് ആയിക്കോ, ഞാൻ അവന് ഔട്ടോസും റൂമും റെഡിയാക്കി കൊടുക്കട്ടെ. ആ ശരി ഇത്ത. വീടിൻ്റെ ഉമ്മർത്ത് പോസ്റ്റായ എൻ്റെ അടുത്തേക്ക് ആൻസീത്ത വന്ന് എന്നോട് ചോദിച്ചു. ബോറടിച്ചോ? ഏയ്, അത് സാരില്ല, ഞാൻ പറഞ്ഞു. ജോണെന്നല്ലേ പേര് പറഞ്ഞേ? ആ അതെ. ഇതിനു മുമ്പ് എന്തായിരുന്നു ജോലി? ഞാനൊരു ക്ലിനിക്കിലായിരുന്നു. ഡ്രൈവറായിട്ടാണോ? അതെ എന്ന് ഞാൻ കള്ളം പറഞ്ഞു. ഔട്ടോസിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറി അതിനകത്തുള്ള ചെറിയ അറ്റാച്ച്ഡ് ബാത്റൂം കാണിച്ചു പറഞ്ഞു. ഇതാണ് നിനക്കുള്ള റൂം. പിന്നെ വിളിക്കുമ്പോൾ പെട്ടെന്ന് റെഡിയായി വരണം. രാത്രി ഉറങ്ങാതെ ഫോൺ നോക്കിയിരുന്ന് രാവിലെ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോരുത്. എനിക്ക് ഡ്രൈവിംഗ് അറിയാനിട്ടല്ല. ഇങ്ങനെ കിടക്കുമ്പോൾ ബിസിനസ്സിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഒരു ഡ്രൈവറെ വെക്കുന്നത്. അത് തെറ്റായി എന്ന് വരുത്തി തീർക്കരുത്, മനസ്സിലായോ? ആ ശരി ഇത്ത. എന്നാൽ ശരി, ഭക്ഷണം സമയമാകുമ്പോൾ ഇങ്ങോട്ട് എത്തിക്കാം. ഡ്രൈവറാണെന്ന് കരുതി അതുമാത്രം ചെയ്യാതെ ഇടയ്ക്ക് ചെടികളും പറമ്പിലെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് കരുതി എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യണ്ട. നിൻ്റെ ഫ്രീ അനുസരിച്ച് ചെയ്താൽ മതി. അതിനുള്ള കൂലിയൊക്കെ കൂട്ടിത്തരാം. ഓക്കെ ഇത്ത. ആ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആലീസിനെ വിളിച്ചാൽ മതി. ശരി ഇത്ത. അങ്ങനെ ഇത്ത പോയി. ഫ്രഷായി ആലീസ് അടുക്കളയിലേക്ക് ചെന്നു. ആ ചേച്ചി വായോ, നിങ്ങളെന്തെങ്കിലും കുടിച്ചായിരുന്നോ? ആലീസിനെ കണ്ട ഷംന ചോദിച്ചു. ആ, ചായ കുടിച്ചിട്ടാണ് ഞങ്ങളിങ്ങോട്ട് പോകുന്നത്. എന്നാലും കുറച്ച് ഇവിടെ നിന്ന് കുടിക്കില്ലേ? ഷംന ചോദിച്ചു. ഏയ് വേണ്ട മോളെ, ഇപ്പോൾ ആവശ്യമില്ല. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അതിപ്പോൾ അങ്ങനെ പറയാൻ മാത്രം ആരുമില്ല. ജോൺ മാത്രമേ ഉള്ളൂ. ജോൺ ആരാ, ഭർത്താവാണോ? അല്ല, അവനാ ഡ്രൈവറായിട്ട് കൂടെ വന്നത്. ആണോ? അവൻ ആരാ നിങ്ങളുടെ?
അത് എൻ്റെ ഒരു ബന്ധുവാണ്. എന്താ ആലീസ് ഇവൾ ചോദിക്കുന്നത്? പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്ന ഇത്ത ചോദിച്ചു. ഏയ് ഒന്നുമില്ല ഇത്ത. ജോൺ എങ്ങനെ ചീത്ത കൂട്ടുകൂട്ടൊന്നും ഇല്ലല്ലോ? ഏയ് അവനങ്ങനെ നടക്കുന്നവനൊന്നും അല്ല, ആലീസ് പറഞ്ഞു. എന്നാ മോള് പൊക്കോ, അവൻ വന്നാൽ പോകാനുള്ളതല്ലേ. എങ്ങോട്ട് പോകുന്ന കാര്യമാണ് നിങ്ങളീ പറയുന്നത്? ആലീസ് ചോദിച്ചു. അത് നിസാറിൻ്റെ കൂടെ പുറത്ത് പോവാണ്. ഓ, ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാടായോ? അടുത്ത ആഴ്ച കഴിഞ്ഞാൽ 1 വർഷമാകും, ഇത്ത പറഞ്ഞു. അൻവറിക്കൊക്കെ കൊടുക്കാനുള്ള മരുന്നിൻ്റെ കാര്യങ്ങളും തെറാപ്പി ചെയ്യേണ്ട സമയവും ഇത്ത ആലീസിന് പറഞ്ഞു കൊടുത്തു. 2 ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങി. ഞാനും ഇത്തയെ അവരുടെ മാളിലും സ്ഥാപനങ്ങളിലും കൊണ്ടുപോയി വരാൻ തുടങ്ങി. ഇത്തയുടെ കൂടുതൽ യാത്ര എൻ്റെ കണ്ണിനും മനസ്സിനും സന്തോഷം നൽകുന്നതായിരുന്നു. 3-ാം ദിവസം രാത്രി ഇത്ത, ആലീസ് ഇന്ന് നീ എനിക്ക് ഒഴിഞ്ഞു തരണം. കാറിലിരിക്കുമ്പോൾ പുറം നല്ല വേദനയുണ്ട്, ഇത്ത ആലീസിനോട് പറഞ്ഞു. ആ, ഇത്താക്ക് കുറേയായോ ഈ പുറം വേദന തുടങ്ങിയിട്ട്? ആലീസ് ചോദിച്ചു. അത് അന്നത്തെ അപകടത്തിന് ശേഷം തുടങ്ങിയതാണ്. ഓ, അന്ന് ഇത്തയും കൂടി ഉണ്ടായിരുന്നോ അപ്പോൾ? ആ, ഞങ്ങൾ ഒരു കല്യാണം കഴിഞ്ഞ് വരുമ്പോഴല്ലേ അപകടം പറ്റിയത്. എന്തോ ഭാഗ്യത്തിന് എനിക്ക് കൈക്ക് മാത്രം ചെറിയ മുറിവ് പറ്റി. ഇക്കയെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും വരുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ശരീരം വേദനിക്കാൻ തുടങ്ങിയത്. അത് പിന്നെ കുറഞ്ഞു. ഇപ്പോൾ പുറം മുതൽ കാൽമുട്ട് വരെ നല്ല വേദനയാണ്. ആ, മരുന്നുണ്ടോ ഒഴിയാൻ? ആ, തൈലമുണ്ട്. അങ്ങനെ ആലീസ് ഇത്തയ്ക്ക് വേദനയുള്ള ഭാഗത്ത് തൈലം തേച്ചു കൊടുത്തു. ആലീസ്, നല്ല കുറവുണ്ട്, നീ കൊള്ളാലോ. തൈലം തേച്ചതും ഇത്ത പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആലീസ്, കുറേ ദിവസത്തിന് ശേഷം ഇന്നലെയാണ് ഒന്ന് ശരിക്കും ഉറങ്ങിയത്. നിന്റെ ഒഴിച്ചിൽ എന്തായാലും സൂപ്പറാണ് കേട്ടോ. ഇത്ത, ഇതിലും നല്ലത് മൊത്തം ചെയ്യുന്നതാ, ആലീസ് പറഞ്ഞു. ആണോ? എന്നാൽ രാത്രി അങ്ങനെ ചെയ്തതാ. അപ്പോൾ വേദന നല്ല കുറവുണ്ടാവുമല്ലോ. ആ, എന്നാൽ അതിനുള്ള മരുന്ന് ജോണിനോട് കൊണ്ടുവരാൻ പറയാമല്ലേ? ആലീസ് ചോദിച്ചു. അവനോട് എനിക്കാണെന്ന് പറയണ്ട, ഞാൻ പൈസ എടുത്ത് തരാം. ഔട്ട് ഹൗസിന് പുറത്തിരുന്ന് ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആലീസ് ആൻറ്റി എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇതെന്തു പറ്റി ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ? ഞാൻ ചോദിച്ചു. എടാ, നീയൊന്ന് ടൗണിൽ പോയി വരണം, ആൻറ്റി കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ഡാ, അവർ അറിയരുത് ഞാൻ നിന്നോടിത് പറയുന്നത്. എൻ്റെ ആൻറ്റി, അവർ കാറിൽ കയറിയിരുന്നാൽ തന്നെ എൻ്റെ കൊമ്പൻ തുള്ളും. എന്ത് ഭംഗിയല്ലേ അവർക്ക്. ആടാ സത്യം, അവരടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ അവസ്ഥ നിനക്കറിയില്ല, ആലീസ് ആൻറ്റി പറഞ്ഞു. അല്ല, നിങ്ങളോട് എങ്ങനെയാ അവരുടെ പെരുമാറ്റം? എന്നോട് കുറച്ച് ഗൗരവത്തിലാണ്, അത്ര ഫ്രണ്ട്ലി അല്ല, ഞാൻ പറഞ്ഞു. എന്നോട് ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു, ഇപ്പോൾ ഫ്രണ്ട്ലിയാണ്. ഒഴിച്ചിൽ ചെയ്ത് അവരെ പാട്ടിലാക്കി. അൻവറിക്കയുമായി അകറ്റണം, അയാളുടെ പക തീർക്കാൻ അതാണ് ഏറ്റവും എളുപ്പ വഴി, ആൻറ്റി പറഞ്ഞു. ആൻറ്റി പറയുന്നതൊക്കെ കൊള്ളാം, പ്രശ്നമാകാതെ നോക്കണം. പിന്നെ അവരുടെ മകനോ മരുമകളോ അറിയാതെ വേണം എന്തും ചെയ്യാൻ. മരുമകൾ അത്ര പ്രശ്നമല്ലെന്ന് തോന്നുന്നു. ചെക്കൻ ഇനി എങ്ങനെയെന്നറിയില്ല. നീ അവളെ കണ്ടിട്ടില്ലല്ലോ? ആ, കാണാൻ എങ്ങനെയുണ്ടവൾ? ഞാൻ ചോദിച്ചു. ഇതേക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ, കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല. നല്ല സുന്ദരിയാ. നീ എന്നാ പോയി വാങ്ങി വാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇല്ലെങ്കിൽ ഇത്താക്ക് സംശയം തോന്നും. ഞാൻ നിന്നോട് എല്ലാം പറഞ്ഞതല്ലേ, ഓർമ്മയുണ്ടല്ലോ? ആ ആൻറ്റി, ആൻറ്റി പൊക്കോ, ഞാൻ വന്നിട്ട് വിളിക്കാം. പിന്നെ അവർ സെറ്റായാൽ എനിക്കും ഒരു ചാൻസ് തരണം. അത് പിന്നെ പറയണോടാ, നമുക്കെല്ലാം സെറ്റാക്കാം, ആൻറ്റി പറഞ്ഞു. അന്ന് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഷംനയും നിസാറും സ്റ്റെപ്പ് കയറി മുകളിലെ അവരുടെ ബെഡ്റൂമിലേക്ക് പോയ ശേഷം ഇത്ത ആലീസിനെ വിളിച്ചു. ആലീസ്, എന്നാ ഇനി സമയം കളയണ്ടല്ലേ, നീ വാ. എന്നാ കനം കുറഞ്ഞതെന്തെങ്കിലും ഇട്ടിട്ട് വരൂ, ആലീസ് പറഞ്ഞു. ഇത് കുഴപ്പമില്ലടി, ഇത് പോരെ. എൻ്റെ ഇത്ത, എങ്ങനെ ചെയ്താൽ എങ്ങനെയാ? നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാനോ വേദനയൊക്കെ പമ്പ കടക്കാനോ ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം.
"ഉം, എന്നാ ശരി, ഞാൻ പോയി ഇത് മാറ്റിയിട്ട് വരാം," ഇത്ത പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ആലീസിൻ്റെ അടുത്തേക്ക് വന്ന ഇത്താൻ്റെ മുഖം പോകുമ്പോൾ ഉണ്ടായിരുന്ന തെളിച്ചമില്ലായിരുന്നു. "എന്തു പറ്റി ഇത്ത? ഒരു വിഷമം പോലെ?" ആലീസ് ചോദിച്ചു. "എന്ത് പറയാൻ, കാണുന്നവർക്കെന്താ വലിയ വീട്, പണം, എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്. എന്താ ഇത്ത, ഇപ്പോൾ എന്താ ഇങ്ങനെ?" "ഇപ്പോൾ അല്ല, കല്യാണം കഴിഞ്ഞത് മുതൽ ഇങ്ങനെ തന്നെയാണ്." "ഇക്കയുടെ കാര്യം ഓർത്തിട്ടാണോ? ഒക്കെ ശരിയാകും, വാ നമുക്ക് തുടങ്ങാം," ആൻറ്റി പറഞ്ഞു. ഇക്കയെ കണ്ടപ്പോൾ ഓരോന്ന് ഓർത്തുപോയി. "സോറി, വാ നമുക്ക് തുടങ്ങാം, നേരം ഒരുപാടായി." "ഇത്ത വാ, നമുക്ക് തുടങ്ങാം," ആലീസ് പറഞ്ഞു. അങ്ങനെ അവർ തുടങ്ങി. "ഇത്ത, ഇതെന്ത് പറ്റി? റൂമിൽ പോയി വന്നതിന് ശേഷം ഒരു ഉഷാറില്ലല്ലോ." "എന്തുണ്ടായിട്ട് എന്താ? നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല," ഇത്ത പറഞ്ഞു. "എന്താ ഇത്ത, ഇക്ക എന്തെങ്കിലും പറഞ്ഞോ?" ആലീസ് ആൻറ്റി ചോദിച്ചു. "എന്നോടെന്തെങ്കിലും പറയാൻ ധൈര്യമുണ്ടെങ്കിലല്ലേ അത് പോട്ടെ എന്ന് കരുതാം. പണമുണ്ടായാൽ എല്ലാം ആയെന്നാണ് തോന്നൽ. അതിലും വലിയ പ്രശ്നം ഇപ്പോൾ ഒന്നിനും പറ്റാതെയായി." എന്ന സ്നേഹത്തോടെ ഒരു വാക്ക്. ഞാൻ ചെന്നപ്പോൾ ഒന്ന് കാത്തിരിക്കാതെ ഉറങ്ങിക്കിടക്കുന്നു. ഞാനിത് എങ്ങനെ സഹിക്കും?" "ഇത്ത, നിങ്ങൾ തമ്മിൽ പ്രായം കൊണ്ട് ഒരുപാട് വ്യത്യാസമുണ്ടോ?" ആലീസ് ആൻറ്റി ചോദിച്ചു. 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതൊന്നും എനിക്കൊരു പ്രശ്നവുമല്ലായിരുന്നു." "ആ, ഇത്തയെ കണ്ട ഇക്കയുടെ മോളെ പോലെ തോന്നുക. നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് ഒരു മോനും ഒരു മോളും ഉണ്ടെന്ന് കണ്ടാൽ പറയില്ല കേട്ടോ." ആലീസ് ഒന്ന് സോപ്പിട്ട്. "അതുകൊണ്ടിപ്പോൾ എന്തു ഗുണം? എൻ്റെ ജീവിതം ഇങ്ങനെയല്ലേ?" "നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ?" ആലീസ് ആൻറ്റി ചോദിച്ചു. "ഏ, ബോയ് ഫ്രണ്ടോ? കല്യാണം കഴിഞ്ഞ് എനിക്ക് എന്തിനാ ബോയ് ഫ്രണ്ട്?" "ആ, അതാ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ ഇത്തയുടെ ആവശ്യമെല്ലാം നടന്നാനെ." "നീ എന്തൊക്കെയാ പറയുന്നേ? എൻ്റെ കുട്ടികൾ എന്ത് കരുതുക എന്നെക്കുറിച്ച്?" "എൻ്റെ ഇത്ത, നിങ്ങൾ കുട്ടികളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ സ്വന്തം കാര്യം കൂടി ചിന്തിക്ക്." ഒഴിച്ചിലിനിടയിൽ ഇത്തയെ പറഞ്ഞ് ആലീസ് ആൻറ്റി തിരുത്താൻ തുടങ്ങി. ആലീസ് വീണ്ടും ഓരോന്ന് പറഞ്ഞ് ഇത്തയെ വഴിതെറ്റിക്കാൻ തുടങ്ങി. നല്ല ഭാര്യയായി, നല്ല ഉമ്മയായി, ഭർത്താവിൻ്റെ ബിസിനസ് നോക്കി നടന്നിരുന്ന അവരുടെ മനസ്സിൽ ആഗ്രഹത്തിൻ്റെ കനൽ കോരിയിടാൻ ആൻറ്റി തുടങ്ങി. ഒപ്പം ആലീസിൻ്റെ മറ്റ് പ്രയോഗങ്ങളും. ഒഴിച്ചിലിനിടയിൽ ആലീസ് ആൻറ്റി കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അത് കണ്ട് ഇത്ത പറഞ്ഞു. "ആലീസ് വേണ്ട, ഇത് ശരിയാകില്ല." "ഇത്ത, ഒന്ന് മിണ്ടാതിരുന്നേ, അസുഖം മാറണ്ടേ." "വേണ്ടടി, ഇനി മതി, ഞാൻ ഓരോന്ന് അറിയാതെ പറഞ്ഞതാ." "അതിനെന്താ, എന്നോടല്ലേ, ഞാൻ ആരോടും പറയില്ല." അങ്ങനെ ആ സംസാരത്തിനിടയിൽ ഇത്ത ആലീസിൻ്റെ മുന്നിൽ കീഴ്പ്പെട്ടു. "ഇപ്പോൾ എങ്ങനെയുണ്ട് ഇത്ത?" എല്ലാം കഴിഞ്ഞതും ആലീസ് ചോദിച്ചു. "എടി, എൻ്റെ ഇക്കാക്ക് പോലും ഇത്ര ഉഷാറില്ല. ഇക്ക ഒരാൺകുട്ടിയല്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു സുന്ദരിയെ ഇങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുമോ?" "ആലീസ്, ഞാൻ പോട്ടെ. എഴുന്നേറ്റാൽ എന്നെ കണ്ടില്ലെങ്കിൽ സംശയിക്കും. നീ ഇതാരോടും പറയരുത്. എൻ്റെ മക്കളറിഞ്ഞാൽ നാണക്കേടാണ്." "ഏയ് ഇല്ലിത്ത, നിങ്ങൾ ധൈര്യമായിട്ട് പോ, ഞാൻ ആരോടും പറയില്ല." ഇത്ത എന്നോട് എന്നാലും കള്ളം പറഞ്ഞു. "ഏ, കള്ളമോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്?" "നിങ്ങളുടെ പെരുമാറ്റം കണ്ടാൽ അറിയാം, ഇക്കല്ലാതെ നിങ്ങൾക്ക് ആരോ ഉണ്ടെന്ന്." "ആ, കൊള്ളാലോ, നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം തന്നപ്പോൾ നീ വേണ്ടാത്തത് പറയുന്നത് കണ്ടില്ലേ?" "എന്തിനാ ഇത്ത എന്നോട് ചൂടാവുന്നത്? ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. എൻ്റെ എന്ത് സഹായം വേണമെങ്കിലും ഇത്തക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം." "എന്നാലും എങ്ങനെയാ പെണ്ണെ നിനക്കത് മനസ്സിലായത്? ആരും അറിയാത്ത എൻ്റെ രഹസ്യം?" ഇത്ത ഒരു നാണത്തോടെ ചോദിച്ചു. "ആഹാ, ഞാൻ പറഞ്ഞില്ലേ. അല്ല, ആരാ ആള്?" "എടി, അത് എൻ്റെ മോൻ്റെ ഫ്രണ്ട് അഫ്സൽ. 1 മാസം മുമ്പ് അവൻ്റെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പട്ടിണിയാണ്." ഇത്ത, വീട്ടിൽ നല്ല ചുള്ളൻ ചെറുക്കനുണ്ടായിട്ട് എന്തിനാ ഇത്ത പട്ടിണി കിടക്കുന്നേ?" "ആര്, നിസാറോ? അവൻ എൻ്റെ മോനല്ലേ. പിന്നെ അവന് ഷംനെ തന്നെ മെരുക്കാൻ അറിയില്ല," ഇത്ത പറഞ്ഞു. "ഇക്കയുടെ മോനല്ലേ ഷംനയുടെ വിധി. ഞാൻ പറഞ്ഞത് നിസാറിൻ്റെ കാര്യമല്ല."
പിന്നെ ആരാ? ആലീസ് അല്പം പേടിയോടെ പറഞ്ഞു. ജോൺ. ആലീസ്, നീ എന്താ പറയുന്നത്? അത് ശരിയാകില്ല. മോൻ്റെ ഫ്രണ്ടിനേക്കാൾ നന്നാവും അവൻ. ഇത്ത പിന്നെ അവനെ തേടി പോകും. അതെന്താടി നിനക്ക് അനുഭവമുള്ളതുപോലെ പറയുന്നേ? ഇത്ത ചോദിച്ചു. അത് പിന്നെ അവനെപ്പോലെ ഒരുത്തനെ ആരാ വേണ്ടെന്ന് വെക്ക? അവനെ ഇത്താക്ക് അറിയാനിട്ടാണ്. നേരം വെളുക്കും വരെ അവൻ. ഈ പെണ്ണ് ഒന്ന് പോയേ, പോയി ഉറങ്ങാൻ നോക്ക്. ഇക്ക ഉറക്കമുണർന്നാൽ എന്നെ നോക്കൂ. ഇത്ത കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ആലീസ് ചോദിച്ചു. ആലീസ്, എന്താ ഇത്? വേണ്ട, ഞാൻ ചെല്ലട്ടെ, പോയി കിടന്നുറങ്ങ്. എൻ്റെ ഇത്ത, നിങ്ങൾ റൂമിൽ പോയിട്ട് എന്തിനാ? ഒന്നിനും വയ്യാത്ത അൻവറിക്ക എന്ത് ചെയ്യാനാ? അത് പറഞ്ഞപ്പോൾ ഇത്തയുടെ മനസ്സെന്നലിഞ്ഞു. അങ്ങനെ അവരൊന്നുകൂടി അറിഞ്ഞു വിളയാടി. സമയം രാത്രി 2 മണിയായിരുന്നു. അപ്പോൾ ആലീസ് ഇത്തയെ അൻവറിക്കയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. പിറ്റേന്ന് രാവിലെ, ആൻസിയ, ഇതെന്താ ഇത്? എന്തുറക്കായത്? നീ എഴുന്നേക്കുന്നില്ലേ? സമയം ഒരുപാടായി, കുട്ടികൾ വിളിക്കുന്നു. അൻവറിക്ക ഇത്തയെ കൊട്ടി വിളിച്ചു. തൻ്റെ ബെഡിൽ ഒരറ്റത്ത് കിടക്കുന്ന ഭാര്യയെ അൻവറെ വിളിച്ചിട്ട് ഒരു പ്രതികരണമില്ലാതെ ഉറങ്ങുന്ന ആൻസിയെ നോക്കി അയാൾ പറഞ്ഞു. എത്ര വിളിച്ചിട്ടും വാതിൽ തുറക്കാത്ത ഉമ്മയുടെ റൂം വാതിൽ മുട്ടി നിസാർ വീണ്ടും വിളിച്ചു. ഉമ്മ, നിങ്ങൾ എഴുന്നേക്കുന്നില്ലേ? ഞാൻ പോവാ. നിങ്ങളിന്ന് കൊച്ചിയിൽ വരുന്നുണ്ടോ? നേരം ഇത്രയായിട്ടും ഉമ്മ എന്താ വാതിൽ തുറക്കാത്തത്? നിസാർ വാതിലിൽ മുട്ടി ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആൻസി ഉണർന്നത്. കണ്ണു തുറന്ന് തന്നെ നോക്കുന്ന ആൻസിയോട് അൻവർ ചോദിച്ചു. എന്തു പറ്റി? നീ രാത്രി ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങാനാ? നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ, ഇത്ത പറഞ്ഞു. നീ ഇപ്പോഴും അത് വിട്ടില്ലേ? എൻ്റെ അവസ്ഥ അറിയാലോ നിനക്ക്. ഓ പിന്നെ, അതിപ്പോഴല്ലേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ബെഡിൽ നിന്നും വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്ന് ആൻസിയ. എന്തിനാടാ കിടന്ന് കൂന്നത്? മനുഷ്യന് തല വേദനിച്ചിട്ട് വയ്യ, അവിടെ നിന്ന് കിടക്കായിരുന്നു. ആ, എനിക്കും തോന്നി എഴുന്നേറ്റ് വരുന്നത് കാണാതായപ്പോൾ, ഷംന പറഞ്ഞു. ഇതെല്ലാം കേട്ട് ആലീസ് ആരും അറിയാതെ ചിരിക്കായിരുന്നു. പാവം, കെട്ടിയവനും മക്കൾക്കും അറിയില്ലല്ലോ ഉമ്മ ഇന്നലെ കാണിച്ചു കൂട്ടിയത്. തലവേദനയോ? അപ്പോൾ ഇന്ന് റെസ്റ്റ് എടുക്ക്, ഇന്നിനി കൊച്ചിക്ക് വരണ്ട, നിസാർ പറഞ്ഞു. ആ, ഞാൻ അല്ലെങ്കിലും വരുന്നില്ല, ഇന്നെനിക്ക് ഒരു കല്യാണമുണ്ട്, ഇത്ത പറഞ്ഞു. വയ്യാതെ ഉമ്മ എന്നിട്ട് കല്യാണത്തിന് പോവാണോ? ആ, ഇപ്പോൾ കുറച്ച് കുറവുണ്ട്, അത് മാത്രമല്ല പോകാതെയും പറ്റില്ല. അങ്ങനെ നിസാർ വണ്ടിയെടുത്ത് ഷോപ്പിലേക്ക് പോയി. ശേഷം ആൻസിയ കിച്ചണിലേക്ക് ചെന്ന് അവിടെ മരുമകളും ആലീസും ഓരോ ജോലിയിലാണ്. ഡ്രൈവർക്ക് ചായ കൊടുത്തോ? ഇത്ത ചോദിച്ചു. ഇല്ല, ഇതുകൂടി ആയിട്ട് കൊടുക്കാം, അടുപ്പത്തുള്ള ദോശ കാണിച്ചുകൊണ്ട് ഷംന പറഞ്ഞു. ആലീസ് ഇത്തയുടെ അടുത്തേക്ക് ചെന്ന് ഷംന കേൾക്കാതെ ചോദിച്ചു. ഇത്ത, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ? മരുമകൾ കേൾക്കുമോ എന്ന് പേടിച്ച് ആലീസിൻ്റെ നേരെ വിരൽ ചൂണ്ടി കാണിച്ചു ഇത്ത. ഞാൻ റൂമിലുണ്ടെത്ത, വാ. അതും പറഞ്ഞ് ആലീസ് അവിടെ നിന്ന് പോയി. എന്നാ ഉപ്പാക്കുള്ളത് കൂടെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് കുടിക്കാം, ഞാനൊന്ന് മുഖം കഴുകി വരാം. നിസാറിൻ്റെ വിളി കേട്ട് വന്നതാ, ഇത്ത പറഞ്ഞു. ആ, ശരി ഉമ്മ. ആൻസിയ അവിടെ നിന്ന് നേരെ ആലീസിൻ്റെ അടുത്തേക്ക് പോയി. റൂമിലേക്ക് കയറാതെ വാതിക്കൽ നിന്ന് ഷംന വരുന്നുണ്ടെന്ന് നോക്കി പറഞ്ഞു. ഡി, നീ എന്നെ നാണം കെടുത്താനാണോ? അവളെങ്ങാനും കേട്ടാ എന്താ വിചാരിക്കുക? ആലീസിൻ്റെ ഉള്ളിലെ അൻവറയ്ക്കുള്ള പ്രതികാരം മനസ്സിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ അയാളുടെ ഭാര്യ അയാളിൽ നിന്നും പറിച്ചെടുക്കാനുള്ള തുടക്കം അവൾ വേഗത്തിലാക്കി. ഞാൻ ജോണിനോട് പറയട്ടെ? ആലീസ് നാണത്തോടെ ഇത്തിയോട് ചോദിച്ചു. എടി, അത് അവൻ ആരോടെങ്കിലും പറയുമോ? ഇല്ലെത്ത, എന്നേക്കാൾ നിങ്ങൾക്കവനെ വിശ്വസിക്കാം. എന്താ പറയട്ടെ? ഇത്ത ഒന്ന് മൂളി. അപ്പോൾ ഇനി ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയാൻ, അതായത് ഈ കഥയുടെ 3rd പാർട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുപോലുള്ള കഥകൾ
മുഴുവനായും നല്ല പച്ചയ്ക്ക് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിലെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.